5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഏട്ടൻ കരുതിക്കുട്ടി അവളെയും കൊണ്ട് വന്നതാ. നമ്മുടെ മുന്നിൽ വെച്ച് ഭക്ഷണം വാരി കൊടുക്കുമ്പോ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന ഏട്ടൻ അറിയാലോ. എന്താ മമ്മി ഇത്? നമ്മുടെ വീട്ടില് നമുക്കൊരു വേലക്കാരിക്കുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അവളെ പേടിച്ച് ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ പറ്റാത്തൊരവസ്ഥ വരികയാണെന്ന് പറഞ്ഞ മുൻപൊക്കെ മമ്മിയും ഏട്ടനും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടല്ലോ. അപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഏട്ടൻ പുറത്തു പോവും, എന്നിട്ട് കുടിച്ചിട്ട് വരും. അല്ലാതെ നമ്മള് ഭക്ഷണം കഴിക്കുന്നത് മുടക്കാറില്ലല്ലോ. ഇപ്പോഴേ അവള് കരുതി കൂട്ടി പ്രതികാരം ചെയ്യിക്കുന്നതാ. മമ്മി എന്താ ഒന്നും പറയാത്തെ? ഓർമ്മയുണ്ടോ നിനക്കൊക്കെ? നിങ്ങൾ രണ്ടുപേരും അവനെ പേടിച്ചു ഓണം കൂടാൻ പോയ ദിവസം. അന്നേ അവൾ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തന്നു. തളർന്നു കിടന്ന എന്നെ എഴുന്നേപ്പിച്ചിരുത്തി ഭക്ഷണം തന്നു. അന്ന് അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ കനലെരിയുന്നത് ഞാൻ കണ്ടതാ. ഒന്നും അറിയാതെ പാവം പോലെ പിടിച്ചു നിൽക്കാനും അതേസമയം സൂര്യയെ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യിപ്പിക്കാനും അവൾക്ക് നന്നായിട്ട് അറിയാം. ദേ, ഇന്നിപ്പോ ഒരു കാരണം ഉണ്ടായല്ലോ, കൈ പൊള്ളിയ കാരണം. കൈ പൊള്ളിക്കല്ല, കുറച്ച് പെട്രോൾ വാങ്ങിച്ച് അവളുടെ തലയിലൂടെ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്ക വേണ്ടേ? കുറച്ച് പണം കൊടുത്താലേ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. തട്ടിക്കൊണ്ടുപോകാനൊന്നും പറയരുത്, തട്ടിക്കളയാൻ പറയണം. ചാകട്ടെ അവള്. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്റെ ആവശ്യം. പക്ഷെ അതോടുകൂടി സൂര്യ ഭ്രാന്തനായി മാറരുത്. ഇഷ്ടപ്പെട്ടവളെ നഷ്ടപ്പെട്ട അവൻ ഏതവസ്ഥയിലേക്ക് പോകുമെന്ന് ഒരിക്കൽ ഞാൻ കണ്ടതാ. അതിനി ആവർത്തിക്കാൻ പാടില്ല. നന്ദിനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൻ ആ നഷ്ടം സഹിക്കാൻ മനസ്സുകൊണ്ട് പാകപ്പെട്ടിരിക്കണം. അപ്പൊ ഇനി കുറെ നാളും കൂടെ അവളിവിടെ ഉണ്ടാവും. അതല്ലേ മമ്മി പറഞ്ഞു വരുന്നേ. നോക്ക്, അവളെ ദ്രോഹിച്ച് പുറത്താക്കാൻ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു, ഇനിയും ചെയ്യാം. പക്ഷേ അവളുടെ ഒരു ജന്മ സ്വഭാവം ഉണ്ടല്ലോ, എന്തും സഹിക്കാവുന്ന ഒരു സ്വഭാവം. അതാ ഇപ്പൊ അവന്റെ മുമ്പിലുള്ളൊരു പ്ലസ് പോയിന്റ്. അത് പതിയെ പതിയെ മാച്ചു കളയണം. അവള് ദേഷ്യപ്പെടുന്നത് അവൻ കാണണം. പതിയെ പതിയെ അവൾ ഒരു ശല്യമായിട്ട് അവന്റെ മനസ്സിൽ മാറണം. അതിനുള്ള മാർഗങ്ങളാ നോക്കേണ്ടത്. അതിനുവേണ്ടി 1 or 2 നേരം പട്ടിണി കിടക്കേണ്ടിയൊക്കെ വന്നാലും അത് നമുക്കങ്ങോട്ട് സഹിക്കാം. അയ്യോ, സാർ എവിടേക്കാ പോകുന്നേ? അതൊരു പുതിയ ചോദ്യമാണല്ലോ. സാധാരണ ഞാൻ പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലാത്താണല്ലോ. അയ്യോ, ഞാനങ്ങനെ ചോദ്യം ചെയ്തൊന്നുമല്ല. ഞാൻ കരുതി സാർ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണുന്നു. ഞാൻ അത് കാരണം ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. ഈ കൈവച്ചോ? അടുക്കള കയറി പോരുന്ന ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ? അതിന് ഞാനൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നൊക്കെ രാജുവേട്ടനാ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. സാർ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവോ? തന്റെ ഒരു സ്പെഷ്യൽ വിഭവം മിസ്സാക്കാന്ന് വെച്ചാല് കുറച്ച് സങ്കടമുള്ള കാര്യമാ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.
പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിന്ന് പറഞ്ഞ് പോകുന്ന കാര്യം മുടക്കി ഓടി വരണ്ട കേട്ടോ. എന്തു പറ്റി? ഈ മുടി ഇങ്ങോട്ട് മുന്നിലേക്ക് വീണിട്ടെ വല്ലാത്ത ശല്യം. ചീപ്പ് കൊണ്ടപ്പോ വേദനിച്ചു. അതും കൊണ്ടുവാ, ഞാൻ ചെയ്തുതരാം. അയ്യോ വേണ്ട സർ, ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്തോളാം. എടോ, എനിക്ക് വയ്യാതെ ഇരുന്നപ്പോ താൻ എനിക്ക് ഡ്രസ്സ് മാറ്റി തന്നു, മുടി ചീവി തന്നു, ഭക്ഷണം വാരി തന്നു. പിന്നെന്താ കുഴപ്പം? എന്നാലും അത് വേണ്ട സർ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഓക്കെ. ഇതേ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സർ വേണ്ട. അതെ, ഇതൊക്കെ എന്റെ ഒരു അവകാശമാണ്. തിരിഞ്ഞേ. ദേ അതെ, താൻ എപ്പോഴും മുടി ഇങ്ങനെ മാത്രമേ ഇടാറുള്ളൂ? വേറെ എന്തോ ടൈപ്പിൽ കെട്ടാറുണ്ടല്ലോ. ഇപ്പൊ എന്താ അങ്ങനെ കെട്ടാത്തെ? അത് വീട്ടിലായിരുന്നപ്പോ ചെലപ്പോ പിന്നീടും. അതെന്താ ഈ പരിപാടി പിന്നീടല്ലേ? അത് മുടി പിന്നീടുന്നത് സാറ് കണ്ടിട്ടില്ലേ? എന്റെ കൈ വേദനിക്കും, ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരായിരുന്നു. അതെ, താൻ കയ്യനക്കണ്ട. അതെങ്ങനെയാണ് ഈ പിന്നീടൽ എന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ ചെയ്തോളാം. അയ്യോ, അത് സാറിനെ കൊണ്ട് നടക്കില്ല. എന്നാ പിന്നെ അത് ചെയ്തിട്ട് എന്നെ ബാക്കി കാര്യം പറ. എങ്ങനെയാന്ന് പറ, ഞാൻ നോക്കട്ടെ. പിന്നീടൽ എങ്ങനെയാ ചെയ്യാ പറ. ശരി, എന്നാൽ ആദ്യം മുടി 3 ആയിട്ട് മാറ്റണം. ചേച്ചി, അവൾ എന്തൊക്കെയാ ഏട്ടനെ കൊണ്ട് ചെയ്യിക്കുന്നേ? ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വലതുഭാഗത്തെ മുടിയെടുത്ത് നടുവിലത്തെ മുടിയിൽ പിണച്ചു വെക്കണം. ഓക്കെ, അത് ചെയ്തു. ഇനി ഇടതുഭാഗത്തെ മുടിയെടുത്ത് പിണച്ചു വെക്കേ. ഓക്കെ. ഇപ്പൊ ഒരു കെട്ട് വീണോ? വീണു. ഇതാണ് പിന്നല്. ഇതുപോലെ അങ്ങ് അറ്റം വരെ ചെയ്താ മതി. ഓക്കെ, ഞാൻ നോക്കട്ടെ. പതിയെ മോടി